നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഗുണ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആ ഗുണ കേവിൻ്റെ ഇത് കുന്നംകുളത്താണ് വന്നിട്ടുള്ളത്. ഈ കുന്നംകുളത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫർ ആവാൻ പോവുകയാണ്. ഇപ്പോൾ അധികം ദിവസങ്ങൾ ഇവർ സാധാരണ ഒരു മാസമൊക്കെയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് എവിടെ വന്നാലും നിങ്ങൾ പോയി കണ്ടോളി, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആകെ ഇരുട്ടും ഇതൊക്കെയാണ്, നമുക്ക് ഒരു പേടി വരും. പക്ഷേ പേടിക്കാനുള്ള ഒന്നുമില്ല. അവരങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഇരുട്ടും ഇതൊക്കെ കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. അതിങ്ങനെ ലൈറ്റൊക്കെ കുറവായിരുന്നു, നമുക്ക് കാണാനൊക്കെ ഭയങ്കര ഒരു ഇതാവുക. പിന്നെ ഇങ്ങനെ കുറേ ചപ്പ് ചമ്മലൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒരു ഭീകരാവസ്ഥയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടായത് കൊണ്ട് കറക്റ്റ് ഫീല് കിട്ടും. നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭീകരത ഫീലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും പോയി കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതവർ ഗുഹ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ മേലെ കയറി നോക്കാനൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അപകട സ്ഥലമാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ പുലികളിനൊക്കെ ഡെമ്മികൾ, അതുപോലെ ആനകളിനൊക്കെ ഡെമ്മി ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. പിന്നെ കുറേ നമുക്ക് പക്ഷികളായിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്ത് കിടക്കാം, നമുക്ക് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കാണാം. അല്ലേ ഇവിടെ നമുക്ക് കുറേ കിളികളും അതുപോലെ തന്നെ പാമ്പിനെ ഇങ്ങനെ വളർത്തിയുന്ന പാമ്പുകളുണ്ട്. അവരെ നമുക്ക് കഴുത്തിലിട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ഓരോന്നിനും ചാർജ് ഉണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കഴുത്തിൽ പാമ്പിനൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാണ്. എന്നാലും അതങ്ങനെ കടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് അവർ പറയണത്. കണ്ടില്ലേ, ആള് എത്രത്തോളം സിമ്പിളായിട്ടാണ് അതിനെ കഴുത്തിൽ വെച്ച് നടക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ അടുത്തിരിക്കണം പാമ്പ് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ വിചാരിക്കത് കളിക്കുന്നതാണെന്ന്. പക്ഷേ ഒറിജിനലാണെന്നുള്ളത് നമുക്ക് അത് മേല് വെക്കുമ്പോൾ അതിനെ തൊടുമ്പോഴേ തന്നെ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കാരണം ആളെ എന്തായതിനൊക്കെ കാട്ടുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും നമുക്ക് അതിനെ നമ്മളെ ശരീരത്ത് വെക്കാൻ നമുക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാമ്പിനെ പൊതുവെ എല്ലാവർക്കും പേടിയായിരിക്കുമല്ലോ. കണ്ടില്ലേ, എന്താണ് അതിനെടുത്ത് കുട്ടികളെ കളിക്കണ മാതിരി ഇങ്ങനെ കളിക്കണ പാവ് പോലെയാണ് അതിനെ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ അതൊന്നും ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് നമ്മൾ അടുത്ത ഒരു മീനിൻ്റെ സെക്ഷനാണ്. മീനിലെ എല്ലാ തരത്തിലുള്ള വളർത്തു മീനുകളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം മീനുകൾ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ മോഡലും ഗൗരമി, ഏഞ്ചൽ, കുറേ പേരുകളുണ്ട്. പിന്നെ ചെറിയ എലിക്കുട്ടിയുണ്ട്. എന്ത് രസമായിന് കാണാമെന്നറിയും. പക്ഷേ അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് വളർത്താം, അല്ലാത്തവർക്ക് വളർത്തണ്ട. നമുക്ക് മേടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് പൊതുവേ പുറത്തുനിന്നൊക്കെ നമുക്ക് വാങ്ങിച്ച് വീട്ടിലൊക്കെ വളർത്താൻ പറ്റും. പൊതുവേ നമ്മളെ വീട്ടിലൊക്കെ എലികളിനെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമ്മളതിനെ മേടിച്ച് വളർത്താൻ നമ്മളെന്തായാലും നിൽക്കില്ല എന്നറിയാം. കടൽ ഞണ്ടുകൾ, അതുപോലെ ചെമ്മീൻ, പിന്നെ എന്തൊക്കെയോ ഒരു ഇതൊക്കെ. ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും ഇവർ എഴുതാത്ത കാരണം നമുക്കതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. എന്നാലും ഇത് കാണാൻ ഒരുപാട് കൗതുകം തന്നെയാണ് കേട്ടോ.
നമ്മൾ മീനിനൊക്കെ കണ്ടിട്ട് അടുത്ത ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തത്തകളുണ്ട്, പ്രാവുകൾ, കോഴികൾ. ഇതിലൊരു ഫ്രീക്കൻ കോഴിയുണ്ട് കേട്ടോ, അതിനെ ഞാൻ കാണിച്ചു തരാം. എന്ത് രസമാണെന്നറിയൂ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരുപാട് കോഴികൾ, വെറൈറ്റി കോഴികളുണ്ട്. കോഴികൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലുള്ളതാണെന്നൊക്കെ തോന്നുന്നത്. പിന്നെ നല്ല വലിയ നല്ല ഹൈറ്റുള്ള കോഴികൾ, നമ്മൾ നാടൻ കോഴികളുടെ പോലെ അല്ല, വേറെ ഒരു പ്രത്യേക കോഴികളും ഇതൊക്കെയാണ്. പിന്നെ നമ്മളെ ഫ്രീക്കൻ കോഴിനെ ഇപ്പോൾ കാണിച്ചാൽ അപ്പോൾ നമുക്കൊരു ഫ്രീക്കൻ കോഴിനെ കണ്ടാലോ. ഇതിൻ്റെ മുടി കണ്ടില്ലേ, തലയിലൊക്കെ എങ്ങനെ കുനിപ്പ് തിരുത്തിയിട്ട് ഭയങ്കര ഫ്രീക്കനായിട്ട് ആള്. ഇവനെ സമ്മതിച്ച് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമായി അതിന്. പിന്നെ ഒരുപാട് ഇതേപോലെ പ്രാവുകളും കോഴികളും ഇതൊക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് കാണാൻ നല്ല കൗതുകമായിട്ട് ഇങ്ങനെ കണ്ടു പോവാം. ഒത്തിരി അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ശരിക്കും ഈ കിളികളിനൊക്കെ കാണുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് അത് ഇണങ്ങുമ്പോഴാണെന്ന് മനസ്സിലാവുക അത് ഒറിജിനലാണെന്ന്. അത്ര പെർഫെക്ഷനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കിളികളൊക്കെ. നല്ല എന്തൊരു അത് ഭംഗിയാണെന്നറിയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് വീട് സാധനങ്ങളും അതുപോലെ കുറേ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുള്ള സ്വീറ്റ്സ് ആണ് കേട്ടോ കാണുന്നത്. ഈ സ്വീറ്റ്സിൻ്റെ ഈ സെക്ഷനിൽ കുറേ നമ്മളെ പഴയ കാലങ്ങളിലുള്ള ഓർമ്മകളിലുള്ള മിഠായികളും പുളിയച്ചാറും അത് അങ്ങനത്തെ കുറേ ഒരുപാട് സാധനങ്ങൾ. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഹീറ്റിങ് ചെയ്യണതാണ്. പിന്നെ കുറേ ഈ ഹെൽത്തി ആയിട്ടുള്ളതുണ്ട്. പിന്നെ സ്മെല്ലിന് പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയി കണ്ടേ പറ്റൂ. അങ്ങനെ വെച്ചാൽ അത്രയധികം രസമാണ് അതിൻ്റെ ഉള്ളിൽ. കല്യാണം കണ്ടായിരുന്നു നിങ്ങൾ ഒരു അനാഥാലയത്തിന് ഓഫിന്. പിന്നെ അതുപോലെ 3D എഫക്റ്റിംഗ് ഉള്ള ഒരു സംഭവമാണ് ഇത്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇത് ഈ ചേട്ടന് നിങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കട്ടെ, കണ്ട് ചിരിച്ച് ചാവും. ആ ചേട്ടൻ്റെ അംഗങ്ങട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മോൾക്കൊന്ന് കാണണമെന്ന് പക്ഷേ അവർക്ക് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ വെച്ച് കൊടുക്കില്ല. അപ്പോൾ അത് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ഇത് പലവർക്കും പല റേറ്റാണ്. 99 രൂപ മുതൽ 199 രൂപ വരെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഹൊറർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഫുൾ ഫുഡിൻ്റെ സെക്ഷനാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുള്ള വിദേശം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ്. കുൽക്കി സർവത്തും അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുവരാം. ഇവിടുന്ന് കണ്ട് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള കുറേ കാര്യങ്ങളാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാവും. കാരണം വെച്ചാൽ ഇവിടുന്ന് കണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഊഞ്ഞാൽ, അതുപോലെ ഊഞ്ഞാൽ,
അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. പിന്നെ 3D എഫക്റ്റുള്ള തന്നെ നമുക്ക് കയറി ഇരുന്ന് അതിൻ്റെ ഉള്ളിലിരുന്ന് എഫക്റ്റ് സ്ക്രീൻ കണ്ടിട്ട് ചെയ്യണ ഒരു ഇതുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ബോൾ ഇട്ടിട്ട് നമുക്ക് സമ്മാനം, അത് ഏത് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഉറപ്പാണ് നമ്മളിതിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. ഇതിലൊരുപാടുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇതേപോലെ ചാടി കളിക്കാം. അങ്ങനെ എന്തൊക്കെ പറയാം. യന്ത്രൂഞ്ഞാലും ഒരു രക്ഷയില്ല, അമ്മാതിരി ഹൈറ്റുള്ളതിന്. എന്തായാലും നമുക്ക് യന്ത്രൂഞ്ഞാലൊന്ന് കയറി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുട്ടികളെല്ലാവരും പറഞ്ഞിട്ട്, ഞാൻ മുന്നേ കയറിയിട്ടുള്ള ആളാണെങ്കിലും കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കയറി നോക്കാം എന്തായാലും. നമുക്കിവിടെ കയറാനുള്ളത് 80 രൂപ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജുകളാണ്. നമുക്ക് ഓരോ ഇതിലും നമുക്ക് സെപ്പറേറ്റ് ചാർജുകളാണ് വരിക. അപ്പോൾ നമുക്കതിൻ്റെ എന്നാലും അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് കാണാൻ മാത്രമുള്ള എല്ലാ അംഗങ്ങട്ടുകളും ഇടുന്നുണ്ട്. ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. കുന്നംകുളം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും പോയി കാണുക. നമ്മളപ്പോഴത്തെ ഒരു കാശ് നഷ്ടം ഒന്നും നോക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.